രാഹുൽ മാങ്കൂട്ടത്തിന് ജാമ്യം നിഷേധിച്ചിരിക്കുന്നു കോടതി. രാഹുൽ മാങ്കൂട്ടത്തിന് ജാമ്യമില്ല. രാഹുലിനെ ജയിലിലേക്ക് തന്നെ അയച്ചിരിക്കുകയാണ്. വളരെ സുപ്രധാനമായ വാർത്ത വരികയാണ്. ലൈംഗിക പീഡന കേസിൽ, മൂന്നാമത്തെ ബലാത്സംഗ കേസിൽ അറസ്റ്റിലായി ജയിലിൽ കഴിയുന്ന രാഹുൽ മാങ്കൂട്ടത്തിന് ജാമ്യം നിഷേധിച്ചിരിക്കുന്നു കോടതി. രാഹുലിന് ജാമ്യം നൽകിയിട്ടില്ല. വിശദമായ വിവരങ്ങൾ നമുക്ക് ലഭ്യമാക്കേണ്ടതുണ്ട്. രാഹുൽ മാങ്കൂട്ടത്തിന് ജാമ്യമില്ല എന്ന ഒറ്റ വാചകം മാത്രമാണ്. എന്തൊക്കെയാണ് കോടതി കണ്ടിട്ടുള്ളത് എന്നുള്ളത് നമുക്ക് അറിയേണ്ടതുണ്ട്. രാഹുൽ മാങ്കൂട്ടത്തിന് തിരുവല്ല മജിസ്ട്രേറ്റ് കോടതി ജാമ്യം നിഷേധിച്ചിരിക്കുന്നു. ഇന്ന് തന്നെ സെഷൻസ് കോടതിയെ സമീപിക്കും. അതായത് ഈ ഉത്തരവ് കിട്ടിയാൽ ഉടൻ തന്നെ വൈകുന്നേരത്തോടുകൂടി സെഷൻസ് കോടതിയെ സമീപിക്കും. തുടർന്ന് സെഷൻസ് കോടതിയിലായിരിക്കും വാദങ്ങൾ നടക്കുക. എന്തായാലും രാഹുൽ മാങ്കൂട്ടത്തിന് ആശ്വാസമില്ല. രാഹുലിന്റെ ജാമ്യാപേക്ഷ തള്ളിയിരിക്കുകയാണ്. തിരുവല്ല കോടതി പ്രതിക്ക് ജാമ്യം നിഷേധിച്ചിരിക്കുകയാണ്. വളരെ സുപ്രധാനമായ ഒരു കേസാണ്. പ്രോസിക്യൂഷൻ പല സുപ്രധാനമായ വിവരങ്ങളും, അതായത് ഈ വീഡിയോ മൊഴി അടക്കം കൈമാറിയിട്ടുണ്ടായിരുന്നു. ചില നടപടിക്രമങ്ങളിലെ വീഴ്ചയും മറ്റുമൊക്കെ പ്രതിഭാഗം ചൂണ്ടിക്കാണിച്ചിരുന്നുവെങ്കിലും അതൊന്നും കോടതി അംഗീകരിച്ചിട്ടില്ല. രാഹുൽ മാങ്കൂട്ടം പാലക്കാട് MLA ഇനിയും ജയിലിൽ തുടരേണ്ടി വരും. ലൈംഗിക പീഡന കേസിൽ രാഹുൽ മാങ്കൂട്ടത്തിന് ജാമ്യമില്ല. തിരുവല്ല കോടതി പ്രതിക്ക് ജാമ്യം നിഷേധിച്ചിരിക്കുകയാണ് മജിസ്ട്രേറ്റ് കോടതി. ഇനി പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയിലേക്ക് ജാമ്യാപേക്ഷ മൂവ് ചെയ്യും. അതിന് ഇന്ന് തന്നെ ശ്രമം നടത്തുമെന്നാണ് പ്രതിഭാഗത്തിൽ നിന്ന് നമുക്കറിയാൻ കഴിയുന്നത്. തിരുവല്ല ജുഡീഷ്യൽ 1ാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി രാഹുൽ മാങ്കൂട്ടം എന്ന പാലക്കാട് MLAക്ക് ലൈംഗിക പീഡന കേസിൽ, ബലാത്സംഗ കേസിൽ ജാമ്യം നിഷേധിച്ചിരിക്കുന്നു. ഇനി സെഷൻസ് കോടതിയിലാണ് നിയമപോരാട്ടം. സെഷൻസ് കോടതിയിലും രാഹുൽ മാങ്കൂട്ടത്തിന് നീതി കിട്ടിയില്ലെങ്കിൽ ഹൈക്കോടതിയിലേക്ക് നീങ്ങും. ഹൈക്കോടതിയിൽ ഇതിനോടകം തന്നെ രാഹുലുമായി ബന്ധപ്പെട്ട 2 കേസുകളുണ്ട്. അത് ഒന്ന് മുൻകൂർ ജാമ്യം തേടിയുള്ള, ആദ്യത്തെ ബലാത്സംഗ കേസിൽ മുൻകൂർ ജാമ്യം തേടിയുള്ള ഹർജിയാണ്. അതിൽ നോ അറസ്റ്റ് കോടതി കൊടുത്തിട്ടുണ്ട്. മറ്റൊന്ന് തിരുവനന്തപുരം കോടതി 2ാമത്തെ ബലാത്സംഗ കേസിൽ മുൻകൂർ ജാമ്യം നൽകിയതിനെതിരെയുള്ള ഹർജിയാണ്. 2 ഹർജികൾ ഇതിനോടകം തന്നെ ഹൈക്കോടതിയുടെ മുമ്പിലുണ്ട്. 3ാമത്തെ കേസിലും സ്വാഭാവികമായും ഹൈക്കോടതിയിലേക്കും നിയമ പോരാട്ടം നീളും എന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല. അനന്തകൃഷ്ണനാണ് വിവരങ്ങളുമായുള്ളത്. അനന്തൻ, വലിയ തിരിച്ചടിയാണ് ഈ കേസിൽ. ഇനിയിപ്പോൾ യഥാർത്ഥത്തിൽ നിലവിലെ അവസ്ഥയിൽ തെളിവെടുപ്പും മറ്റും അവശേഷിക്കുന്ന പോലുമില്ല. പക്ഷേ ഈ കേസിൽ രാഹുൽ മാങ്കൂട്ടത്തിന് ജാമ്യം കിട്ടിയിട്ടില്ല. അതായത് ഈ കേസിന്റെ ഗ്രാവിറ്റി, ഈ ആരോപണത്തിന്റെ ഗ്രാവിറ്റി കോടതി ഉൾക്കൊണ്ടതുകൊണ്ടാകുമല്ലോ. അഭിലാഷ്, രാഹുൽ മാങ്കൂട്ടത്തിന് തീർച്ചയായും വലിയ തിരിച്ചടിയാണ്. ഈ 3ാമത്തെ പരാതിയിൽ കേസെടുത്ത് അതിലാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ അറസ്റ്റിലായത്. ഈ അറസ്റ്റുമായി ബന്ധപ്പെട്ട് പ്രധാനമായും അറസ്റ്റിന്റെ സാധ്യത തന്നെയാണ് ഈ പ്രതിഭാഗം കോടതിയിൽ ജാമ്യാപേക്ഷ പരിഗണിക്കുമ്പോൾ വാദിച്ചത്. പക്ഷേ അതൊന്നും കോടതി പരിഗണിച്ചില്ല. കോടതി തൽക്കാലം രാഹുൽ മാങ്കൂട്ടത്തിന് ജാമ്യം നൽകണ്ട എന്നുള്ള നിലപാടാണ് എടുത്തത്. മാത്രമല്ല, അന്വേഷണ സംഘത്തിനും ഈ കേസിൽ ജാമ്യം കിട്ടാനുള്ള സാധ്യത കുറവാണ് എന്നുള്ള വിലയിരുത്തലായിരുന്നു. കാരണം മജിസ്ട്രേറ്റ് കോടതിയാണ് ജാമ്യാപേക്ഷ പരിഗണിച്ചത്. ഇതിനകത്ത് ബലാത്സംഗ കുറ്റം ചുമത്തിയിട്ടുണ്ട്. അത് ജാമ്യമില്ല വകുപ്പാണ്. മാത്രമല്ല, മജിസ്ട്രേറ്റ് കോടതിക്ക് ജാമ്യം നൽകാൻ അല്ലെങ്കിൽ അത്തരമൊരു 10 വർഷത്തിന് മുകളിൽ ശിക്ഷ കിട്ടാവുന്ന ഒരു വകുപ്പാണ്. അതിൽ ജാമ്യം നൽകാൻ മജിസ്ട്രേറ്റ് കോടതി തയ്യാറാകില്ല എന്നുള്ള ഒരു വിലയിരുത്തൽ കൂടി ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൂടി ഒരു പ്രധാനമാണ്. അങ്ങനെ വരുമ്പോൾ മജിസ്ട്രേറ്റ് കോടതിയിൽ നിന്ന് ഈ കേസിൽ രാഹുൽ മാങ്കൂട്ടത്തിന് ജാമ്യം കിട്ടാനുള്ള സാധ്യത കുറവായിരുന്നു. ഇനിയിപ്പോൾ സ്വാഭാവികമായും പ്രതിഭാഗം അടുത്ത ഓപ്ഷനായിട്ട് ഹൈക്കോടതിയെ നേരിട്ട് സമീപിക്കാനാകും ശ്രമിക്കുക. ഹൈക്കോടതിയിൽ പോയി ജാമ്യാപേക്ഷ സമർപ്പിക്കാനാകും ഇനി ശ്രമിക്കുക. സെഷൻസ് കോടതിയിൽ പോകാതെ തന്നെ നേരിട്ട് ഇനി മജിസ്ട്രേറ്റ് കോടതി തള്ളിയതുകൊണ്ട്, കീഴ്ക്കോടതി തള്ളിയതുകൊണ്ട് നേരിട്ട് ഹൈക്കോടതിയിലേക്ക് പോകാം. ഏതായാലും ഈ അതിജീവിതയുടെ മൊഴി വീഡിയോ റെക്കോർഡ് ചെയ്ത CD അടക്കം ഇന്നലെ ഈ വാദത്തിനിടെ കോടതിയിൽ പ്രോസിക്യൂഷൻ ഹാജരാക്കിയിരുന്നു. അതടക്കം ഒരു പ്രധാനപ്പെട്ട നീക്കമായിരുന്നു, നിർണായകമായ നീക്കമായിരുന്നു. അതുകൂടി ഈ ജാമ്യം നിഷേധിക്കപ്പെട്ടതിന്റെ കാരണമായി ചൂണ്ടിക്കാണിക്കാവുന്നതാണ്.